നമ്മുടെ ഡൈനിങ്ങിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് എഗ്ഗ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ വളരെ രുചികരമായിട്ട് ഒരു എഗ്ഗ് കറി തയ്യാറാക്കി നോക്കാം. ഐ ആം ലക്സി ജേസൺ. വെൽക്കം ടു ഫ്രഷ് ലൈഫ്. മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ആദ്യം തന്നെ പുഴുങ്ങിയെടുക്കാം. ഒരു പാനിൽ മുട്ട മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മുട്ട നമുക്ക് പുഴുങ്ങാനായിട്ട് ഇടാം. ലിഡ് അടച്ചു വെച്ച് മുട്ട 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് മുട്ട നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മളൊരു പീസ് ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റിനാണ് ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ഉരുകി സെറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പീസ് കറുകപ്പട്ട, ഒരു ബേ ലീഫ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 തക്കോലം ഇത്രയും ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും, ഒരു 3-4 വറ്റൽമുളകും, 1 പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഇനി 6-7 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 10-12 കാഷ്യൂ ഇടുന്നുണ്ട്. ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വഴന്ന് പാകമായാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം. വീണ്ടും നമുക്ക് ഈ ഫ്രൈ പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞെടുക്കാം. മുട്ടയുടെ ഉള്ളിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നതിനാട്ടോ ഇങ്ങനെ മുട്ട വരഞ്ഞെടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന കോഴിമുട്ടകൾ ഓരോന്നിട്ട് കൊടുക്കാം. എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ മുട്ട പാകമായാൽ നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ ഉരുക്കി വരുമ്പോൾ ഒരു സവാള അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ ഈ സമയം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് പാകമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കണം. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണ്ടേ. നമ്മൾ നേരത്തെ മിക്സിയിൽ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് ഈ സമയം ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഈ ഗ്രേവി തിളച്ച് കുറുകി പാകമായി വരണം. ഈ സമയം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം മല്ലിയില കൂടി വിതറി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാണ് കേട്ടോ. വളരെ സ്വാദുള്ള ഒരു നല്ല കറിയുടെ റെസിപ്പിയാണിത്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്